നമ്മൾ ബിൽഡിംഗ് ദ റിക്വയർമെന്റ് മോഡൽ വരെയാണ് പറഞ്ഞു നിർത്തിയത്. അടുത്ത മെയിൻ ടോപ്പിക്കാണ് റിക്വയർമെന്റ് മോഡലിംഗ് അപ്രോച്ചസ് എന്ന് പറയുന്നത്. പേജ് നമ്പർ 153. ഇപ്പൊ റിക്വയർമെന്റ് മോഡലിംഗ് അപ്രോച്ചസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു റിക്വയർമെന്റ് എഞ്ചിനീയറിംഗിനകത്ത് റിക്വയർമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ റിക്വയർമെന്റ് മോഡൽസ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് മെയിൻ ആയിട്ടും രണ്ട് അപ്രോച്ചസ് ആണുള്ളത്. സ്ട്രക്ചേർഡ് അനാലിസിസും അടുത്ത രണ്ടാമത്തെ അപ്രോച്ചാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസും. അത് ഓരോന്നും എന്തൊക്കെയാണെന്നും പിന്നെ ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ് മോഡൽസ് ഏതൊക്കെയാണെന്നുമാണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് പറയുന്നത്. One view of requirements modeling called structured analysis considers data and the processes that transform the data as separate entities. Data objects are modeled in a way that defines their attributes and relationships. Processes that manipulate data objects are modeled in a manner that shows how they transform data as data objects flow through the system. First approach എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് അനാലിസിസ് ആണ്. അതിനകത്ത് മെയിൻ ആയിട്ടും ഡേറ്റാനെയും പ്രോസസ്സിനെയുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡേറ്റാനെ പ്രോസസ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡേറ്റാനെ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് അതിന്റെ ഒരു ഫ്ലോ ഒക്കെയാണ് കാണിക്കുന്നത്. ഇനി ഡേറ്റ ഒബ്ജക്ട്സ് ആർ മോഡൽഡ് ഇൻ എ വേ ദാറ്റ് ഡിഫൈൻസ് ദെയർ ആട്രിബ്യൂട്ട്സ് ആൻഡ് റിലേഷൻഷിപ്സ്. അതായത് ഡേറ്റ ഒബ്ജക്ട്സുകൾ അല്ലെങ്കിൽ ഡേറ്റാനെ നമ്മൾ അവയുടെ ആട്രിബ്യൂട്ടുകൾ റിലേഷൻഷിപ്പുകൾ അങ്ങനെയുള്ള രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി പ്രോസസ്സ് എന്ന് പറഞ്ഞാലോ ഈ ഡേറ്റ ഒബ്ജക്റ്റുകളെ പ്രോസസ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അവയെ മറ്റൊരു രീതിയിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത്, ഒരു ഔട്ട്പുട്ട് ആയിട്ട് മാറ്റുന്നത് എന്നുള്ള കാര്യമാണ് ഈ പ്രോസസ്സിനകത്ത് പറയുന്നത്. അപ്പൊ സ്ട്രക്ചേർഡ് അനാലിസിസിനകത്ത് മെയിൻ ആയിട്ടും ഡേറ്റയും പ്രോസസ്സും എന്താണ്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ആയിട്ടുള്ള ഡേറ്റാനെ എങ്ങനെയാണ് നമുക്കൊരു ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് അതിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ അപ്രോച്ച് ആണ് ഏത്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് എന്ന് പറയുന്നത്. എ സെക്കൻഡ് അപ്രോച്ച് ടു അനാലിസിസ് മോഡലിംഗ് കോൾഡ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് അനാലിസിസ് focuses on the definition of classes and the manner in which they collaborate with one another to affect customer requirements. UML and the unified process are predominantly object oriented. അപ്പൊ രണ്ടാമത്തെ അപ്രോച്ച് ആണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തൊക്കെ കാണും, ക്ലാസും കാണും ഒബ്ജക്റ്റും കാണും. അതായത് കോമൺ ബിഹേവിയേഴ്സ് ഉള്ള ഡേറ്റ ഒബ്ജക്റ്റുകളെ ക്ലാസിഫൈ ചെയ്ത് ക്ലാസ് ആയിട്ട് തരംതിരിക്കുന്നു. ആ ക്ലാസ്സുകൾ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ റിക്വയർമെന്റ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. കസ്റ്റമറിന്റെ റിക്വയർമെന്റ്സുകളെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ക്ലാസ്സുകളെ യൂസ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു അപ്രോച്ചാണ് രണ്ടാമത്തെ അപ്രോച്ച് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഓറിയന്റഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. Although the requirements model proposed in this book combines features of both approaches, software teams often choose one approach and exclude all representations from the other. ഈ രണ്ട് അപ്രോച്ചിൽ നിന്നും സോഫ്റ്റ്വെയർ ടീമാണ് തീരുമാനിക്കുന്നത് ഏത് അപ്രോച്ചിനെയാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്രോച്ച് ആണ് കേട്ടോ. ഇനി ഏത് അപ്രോച്ച് ആണെങ്കിലും ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ് മോഡൽസ് യൂസ് ചെയ്തുകൊണ്ടാണ് റിക്വയർമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലാക്കി വെക്കുക. രണ്ട് അപ്രോച്ച് ആണുള്ളത്. അപ്രോച്ചിനകത്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി ഏത് അപ്രോച്ചാണ് ചൂസ് ചെയ്യുന്നതെങ്കിലും റിക്വയർമെന്റ്സ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വയർമെന്റ്സ് മോഡൽസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി റിക്വയർമെന്റ് മോഡൽസിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഫിഗർ ആണ് തന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു എലമെന്റ്സ് ഓഫ് ദ റിക്വയർമെന്റ് അനാലിസിസ് മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് തന്നിരിക്കുന്നത്. നമ്മൾ മെയിൻ ആയിട്ടും 4 എലമെന്റ്സിനെ പഠിച്ചിരുന്നത്. ഏതൊക്കെയാണ്, സിനാരിയോ ബേസ്ഡ് എലമെന്റ്സ്, ക്ലാസ് ബേസ്ഡ് എലമെന്റ്സ്, ഫ്ലോ ഓറിയന്റഡ് ബേസ്ഡ് എലമെന്റ്സ്, ബിഹേവിയർ ബേസ്ഡ് എലമെന്റ്സ്. അപ്പൊ ഈ ഓരോ എലമെന്റിനെയും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ മോഡൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സിനാരിയോ ബേസ്ഡ് മോഡൽസ്, അടുത്തത് ക്ലാസ് മോഡൽസ്, ബിഹേവിയറൽ മോഡൽസ്, ഫ്ലോ മോഡൽസ്. ഇത് ഓരോന്നും എന്തിനാന്നുള്ള കാര്യമാണ് ഈ ഒരു പാരഗ്രാഫിനകത്ത് തന്നിരിക്കുന്നത്. Each element of the requirements model presents the problem from a different point of view. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു റിക്വയർമെന്റ് മോഡൽ ബിൽഡ് ചെയ്യുന്നതിനകത്ത് എലമെന്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു എന്തിനാണ് ഇത്ര എലമെന്റ്സ് പഠിക്കുന്നത്,
ഓരോ റിക്വയർമെന്റ്സിനെയും പല മോഡിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Scenario based elements depict how the user interacts with the system and the specific sequence of activities that occur as the software is used. ഇപ്പോൾ ഫസ്റ്റ് എലമെന്റ് ആണ് സിനാരിയോ ബേസ്ഡ് എലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ സിനാരിയോ ബേസ്ഡ് എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സിനാരിയോ ബേസ്ഡ് മോഡൽ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നത്? യൂസർ സ്റ്റോറീസ് ആണ് പറയുന്നത്. അതായത് യൂസറിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണോ അവയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ സിനാരിയോ ബേസ്ഡ് മോഡൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ മെയിൻ ആയിട്ടും യൂസ് കേസ് ഡയഗ്രാംസ് അല്ലെങ്കിൽ യൂസർ സ്റ്റോറീസ് ആണ് ഇവിടെ നമ്മൾ ആ റിക്വയർമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു എലമെന്റ് ആണ് ക്ലാസ് ബേസ്ഡ് എലമെന്റ് എന്ന് പറയുന്നത്. ക്ലാസ് ബേസ്ഡ് എലമെന്റ്സ് മോഡൽസ് the objects that the system will manipulate, the operations that will be applied to the objects to effect the manipulation, relationships between the objects, and the collaborations that occur between the classes that are defined. അപ്പോൾ ക്ലാസ് ബേസ്ഡ് എലമെന്റ്സിനകത്ത് എന്താ വരുന്നത്? നമ്മൾ പറഞ്ഞ ഡേറ്റ ഒബ്ജക്റ്റുകളെ അവയുടെ ബിഹേവിയറിനനുസരിച്ച് നമ്മൾ ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുന്നു. അപ്പൊ അതിന്റെ ബേസിൽ നടക്കുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, അതായത് ഡേറ്റ ഒബ്ജക്റ്റുകളിൽ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, അവയെ എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, അവ തമ്മിലുള്ള റിലേഷൻഷിപ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ് ബേസ്ഡ് എലമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ക്ലാസ് ബേസ്ഡ് മോഡൽ യൂസ് ചെയ്യുന്നത്. അതായത് ക്ലാസ് ഡയഗ്രാം ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ CRC ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത എലമെന്റ് ആണ് ബിഹേവിയറൽ എലമെന്റ്സ് എന്ന് പറയുന്നത്. Behavioral elements depict how external events change the state of the system or the classes that reside within it. അപ്പോൾ behavioral elements നമ്മൾ പറഞ്ഞു, ഒരു ഇവന്റ് റിക്വയർമെന്റിന്റെ ബേസിൽ ഒരു ഇവന്റ് സിസ്റ്റത്തിനകത്ത് പെർഫോം ചെയ്ത് കഴിയുമ്പോൾ ആ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ആവുന്നത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബിഹേവിയറൽ എലമെന്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ബിഹേവിയറൽ എലമെന്റ്സുകളെ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ ബിഹേവിയറൽ മോഡൽസ് യൂസ് ചെയ്യുന്നത്. സ്റ്റേറ്റ് ഡയഗ്രാം ഒക്കെ ഇതിനു വേണ്ടിയാണ് നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി അടുത്തതാണ് ഫ്ലോ ഓറിയന്റഡ് എലമെന്റ് എന്ന് പറയുന്നത്. ഫൈനലി, ഫ്ലോ ഓറിയന്റഡ് എലമെന്റ്സ് റെപ്രസെന്റ് ദ സിസ്റ്റം ആസ് ആൻ ഇൻഫർമേഷൻ ട്രാൻസ്ഫോം depicting how data objects are transformed as they flow through various system functions. ഫ്ലോ ഓറിയന്റഡ് എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? യൂസർ കൊടുക്കുന്ന ഒരു ഇൻപുട്ട് അല്ലെങ്കിൽ യൂസർ കൊടുക്കുന്ന ഒരു റിക്വയർമെന്റിനെ ട്രാൻസ്ഫോം ചെയ്ത് അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്ത് അതിനെ എങ്ങനെയാണ് ഒരു ഔട്ട്പുട്ട് ആക്കി മാറ്റുന്നത്, ആ ഒരു ഫ്ലോ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫ്ലോ ഓറിയന്റഡ് മോഡൽ യൂസ് ചെയ്യുന്നത്. അതിനകത്താണ് വരുന്നത് ഫ്ലോ ഓറിയന്റഡ് എലമെന്റ്സ് വരുന്നത്. അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ട് വരുന്ന എലമെന്റ്സുകൾ. അപ്പൊ അവയുടെ ബേസിലാണ് 4 മോഡൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അനാലിസിസ് മോഡൽ അല്ലെങ്കിൽ റിക്വയർമെന്റ് മോഡലിനെയാണ് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ സിനാരിയോ ബേസ്ഡ് മോഡലുണ്ട്, ക്ലാസ് മോഡലുണ്ട്, ബിഹേവിയറൽ മോഡലുണ്ട്, ഫ്ലോ മോഡലുണ്ട്. സിനാരിയോ ബേസ്ഡ് മോഡലിനകത്ത് എന്ത് റെപ്രസെന്റ് ചെയ്യാനാണ്? യൂസറിന്റെ റിക്വയർമെന്റ്സുകളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് സിനാരിയോ ബേസ്ഡ് മോഡൽ യൂസ് ചെയ്യുന്നത്. യൂസ് കേസ് ഡയഗ്രാംസോ അല്ലെങ്കിൽ യൂസർ സ്റ്റോറീസോ ആയിട്ടായിരിക്കും അവയെ റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ് മോഡൽസ് എന്ന് പറഞ്ഞാലോ, ഡേറ്റ ഒബ്ജക്ട്സുകളെ അവയുടെ ബിഹേവിയർ അനുസരിച്ച് നമ്മൾ ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇനി ആ ക്ലാസ്സിനകത്ത് പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്സ് അവയൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ക്ലാസ് മോഡൽസ് യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ക്ലാസ് ഡയഗ്രാംസ് അല്ലെങ്കിൽ കൊളാബറേഷൻ CRC ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്താണ് ബിഹേവിയറൽ മോഡൽസ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ഓഫ് ചേഞ്ച് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബിഹേവിയറൽ മോഡൽസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ സ്റ്റേറ്റ് ഡയഗ്രാംസും അല്ലെങ്കിൽ സീക്വൻസ് ഡയഗ്രാംസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇനി 4ാമത്തെ മോഡലാണ് ഫ്ലോ മോഡൽ എന്ന് പറയുന്നത്. ഫ്ലോ മോഡൽ എന്തിനു വേണ്ടിയിട്ടാ? യൂസർ കൊടുക്കുന്ന ഇൻപുട്ടിനെ, അതായത് യൂസർ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്? അവരുടെ റിക്വയർമെന്റ്സ് ആണ്. ആ റിക്വയർമെന്റ്സിനെ ട്രാൻസ്ഫോം ചെയ്ത് എങ്ങനെയാണ് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ആക്കി മാറ്റുന്നത്, ആ ഒരു ഫ്ലോയെ കാണിക്കാൻ വേണ്ടിയാണ് ഫ്ലോ മോഡൽസ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ DFTO അല്ലെങ്കിൽ ഡേറ്റ മോഡൽസോ ഒക്കെയാണ് അവയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് റിക്വയർമെന്റ്സ് അപ്രോച്ചിനകത്ത് വരുന്ന കാര്യങ്ങൾ.